ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുള്ള എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മമ്മൂട്ടി ചിത്രമുണ്ട്, ഗ്രേറ്റ് ഫാദർ. അത് ഞാൻ എമിറേറ്റ്സിലെ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ ആണ് ഞാൻ അത് പല പ്രാവശ്യം ഫ്ലൈറ്റിൽ എമിറേറ്റ്സിലെ യാത്രയിൽ ഞാൻ ഒരുപാട് തവണ വീണ്ടും വീണ്ടും കണ്ടിട്ടുള്ള ഒരു 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 ചിത്രമാണ് ഗ്രേറ്റ് ഫാദർ. അതിൻ്റെ കലാമൂല്യമൊന്നും എനിക്ക് പറയാനും തുടങ്ങിയൂടെ, പക്ഷേ എനിക്കത് കാണാൻ ഇഷ്ടമാണ്. ഒന്നാമത് നമുക്ക് മനസ്സിലുള്ള നമ്മുടെ ധാരണ കൊണ്ടായിരിക്കാം. ഒരു പെൺകുട്ടിയുടെ അച്ഛൻ ആ പെൺകുട്ടി പിച്ച് ചീന്തപ്പെടുമ്പോൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് കാണിക്കുന്ന പ്രമേയമായതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. ഏതായാലും അതെൻ്റെ മനസ്സിനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഒരു ചിത്രമാണ്. അതിൽ നായകനായിട്ട് ഞാൻ കണ്ടിരുന്ന ഒരാളുണ്ട് കേട്ടോ, ശ്രീ ശങ്കരനാരായണൻ. ഇന്നലെ മെനഞ്ഞാന്നാണെന്ന് തോന്നുന്നു അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. അദ്ദേഹം മരിച്ചു. മലപ്പുറംകാരനാണ്. 75ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. ശങ്കരനാരായണൻ്റെയും ശാന്തകുമാരി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അവരുടെ കഥ തന്നെ പലരും പറഞ്ഞ് മനസ്സിലാക്കാം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പല പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുള്ള കാര്യമാണ്. എന്നാലും അതൊന്ന് പറയണം എന്ന് തോന്നി. അവർക്ക് 2 ആൺമക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞിട്ട് ഒരു പെൺകുട്ടി ഉണ്ടായി. അതിൻ്റെ പേര് കൃഷ്ണപ്രിയ എന്ന് പേരിട്ടു. 13 വയസ്സുകാരി, 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശങ്കരനാരായണൻ ഒരു സാധാരണക്കാരനാണ്. അയൽക്കാരോടൊക്കെ വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിഞ്ഞു വന്നിരുന്ന ഒരു നല്ല മനുഷ്യൻ. അദ്ദേഹത്തിന് ഈ മകളെ വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ആൺകുട്ടികൾക്കും അദ്ദേഹത്തിൻ്റെ ആൺമക്കൾക്കും ഈ കൃഷ്ണപ്രിയ എന്ന് പറയുന്നത് വളരെ ഇഷ്ടമാണ്. ആ പെൺകുട്ടി, അനിയത്തെ കുട്ടി, അത്രയും സ്നേഹമാണ് അവർക്ക്. ഈ ശങ്കരനാരായണൻ ഈ കുട്ടിയോടൊപ്പം അല്ലാതെ നടക്കാറില്ല കേട്ടോ. അതിനെ കഴിയുന്നതൊക്കെ കൂടുതലും അതിൻ്റെ കൂടെ തന്നെയാണ്. അപ്പോൾ അത്ര സ്നേഹിച്ച് വളർത്തിയ മകള് ഒരു ദിവസം വൈകുന്നേരം, അതായത് 2021 ഫെബ്രുവരി 9-ാം തീയതിയാണ്, വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നിട്ട് വീട്ടിലെത്തിയിട്ടില്ല. പരിഭ്രമിച്ചു ശങ്കരനാരായണൻ, വീട്ടുകാരും നാട്ടുകാരും. കാരണം നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഒന്നിച്ച് തന്നെ ഈ കുട്ടിയുടെ തിരോധാനത്തിൽ അതെന്താണ് കാര്യം എന്നറിയാനായിട്ട് അന്വേഷിച്ചിറങ്ങി. അവർ വഴിയെല്ലാം പരിശോധിച്ചു കേട്ടോ. രാത്രി ആയപ്പോൾ അതും കാണുന്നില്ല. കരഞ്ഞുകൊണ്ടാണ് ശങ്കരനാരായണൻ ഈ കുട്ടിയെ തിരയുന്നത്. അങ്ങനെ ഒലിച്ചിറങ്ങിയ കണ്ണീരുന്നുമായിട്ട് കുഞ്ഞിനെ തിരഞ്ഞിറങ്ങിയ ശങ്കരനാരായണൻ അവസാനം ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ കാണുന്നത് വീടിന് ഏതാണ്ട് ഒരു 10-200 മീറ്റർ അപ്പുറത്തുള്ള കുറ്റിക്കാട്ടിൽ പിച്ചി ചീന്തപ്പെട്ട് കൊല്ലപ്പെട്ട് കിടക്കുന്ന കൃഷ്ണപ്രിയയാണ്, മകളെയാണ്. ആ അച്ഛന് സഹിക്കാൻ പറ്റിയില്ല. അയാളുടെ ഹൃദയം പൊട്ടിപ്പോയി. ആ രീതിയിലാണ്. അതിനുശേഷം ശങ്കരനാരായണൻ ചിരിച്ചിട്ടില്ല. എപ്പോഴും ഈ കുട്ടിയുടെ ചിത്രത്തിന് താഴെ ശങ്കരനാരായണൻ ഇരിക്കും, വിദൂരതയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. അയാൾ ആ കുട്ടിയുമായിട്ട് കിടന്നുറങ്ങിയിരുന്ന കട്ടിലുണ്ടായിരുന്നു, അതിൽ പിന്നെ അയാൾ കിടന്നിട്ടില്ല. ഇത് ശങ്കരനാരായണനെ കുറിച്ച് എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ്, അടുത്തറിയാവുന്ന എല്ലാവരും. 2 ദിവസം ഈ സംഭവം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പം പോലീസിന് മനസ്സിലായി. ഇത് അന്വേഷിച്ചപ്പോൾ ഈ കുട്ടി, അതായത് ദൂരെ എങ്ങും ഉള്ള ഒരാളല്ല ഇത്, അടുത്തുള്ള ആരെങ്കിലും ആയിരിക്കാം. ഈ കുട്ടിയുടെ സഞ്ചാരപഥം അറിയാവുന്ന ആള്, ഈ കുട്ടി വരുന്നതും പോകുന്നതും ഒക്കെ അറിയാവുന്ന ഒരാൾ. അങ്ങനെയുള്ള ഒരാൾക്കേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ വെച്ച് ഇങ്ങനെ വേണ്ടി വരത്തില്ല, ഇങ്ങനെ ഒരു കാര്യം വരികയില്ല. പോലീസ് വളരെ ജാഗരൂകരായിട്ട് ഈ കേസ് അന്വേഷിച്ചു കേട്ടോ. അന്വേഷിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ പ്രതിയെ പിടികൂടി. അന്നേരമാണ് എല്ലാവരും ഞെട്ടിപ്പോകുന്നത്, ശങ്കരനാരായണൻ ഉൾപ്പെടെ. അതായത് ഇയാളുടെ അയൽക്കാരനായ മുഹമ്മദ് കോയ എന്ന് പറയുന്ന ഒരാളാണ്, ഏതാണ്ട് മധ്യവയസ്കനായിട്ടുള്ള ഒരാൾ. അയാളാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത്. ഇതുപോലെ ഇതിനെ വളരെ പീഡിപ്പിച്ചിട്ട് കൊലപ്പെടുത്തിയതാണ് എന്ന് മനസ്സിലായത്. ശങ്കരനാരായണൻ തകർന്നുപോയി. പക്ഷെ ആ തകർച്ച വെളിയിൽ ആരോടും കാണിച്ചില്ല. മുഹമ്മദ് കോയയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് ഏതാണ്ട് 1 വർഷത്തോളം ആയപ്പോൾ, 2022 ആയപ്പോഴത്തേക്ക് മുഹമ്മദ് കോയ ജാമ്യം നേടി ഈ കൊലക്കേസിൽ നിന്ന് ജാമ്യം വാങ്ങിച്ച് പുറത്തിറങ്ങി ശങ്കരനാരായണൻ്റെ മുമ്പിൽ കൂടി ഇങ്ങനെ നടക്കും. അതിലേ പോയിട്ടുണ്ട്. പക്ഷേ ശങ്കരനാരായണൻ ഒരു ഭാവവ്യത്യാസവും കാണിച്ചില്ല. ആ മുഹമ്മദ് കോയ അടുത്തൊരു വൈരാഗ്യമൊന്നും കാണിച്ചില്ല, ഒരു വിരോധവും കാണിച്ചിട്ടില്ല. ഉടനെ അയാളോട് ഒപ്പം ഒരു തവണയും കണ്ടുപോയി മദ്യപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ആളുകൾ വിചാരിച്ചു, ഇയാൾ എന്താ ഇങ്ങനെ, ഈ ശങ്കരനാരായണൻ എന്താ ഇങ്ങനെ പെരുമാറുന്നത് എന്ന്. അവസാനം ഒരു പാറപ്പുറത്ത്
ഈ ഈ പറഞ്ഞ ജാമ്യത്തിൽ ഇറങ്ങിയല്ലോ, അത് കഴിഞ്ഞൊരു പാറപ്പുറത്ത് ഇരുന്ന് മദ്യപിച്ചതിന് ശേഷം ശങ്കരനാരായണൻ ചെയ്ത പണി എന്ന് പറയുന്നത് ഒരു ഒറ്റക്കുഴൽ തോക്കുണ്ട് അദ്ദേഹത്തിന്. അത് പന്നി വെടിവെക്കാൻ വേണ്ടി വാങ്ങിച്ചേക്കുന്നുണ്ട്. ആ തോക്ക് വെച്ച് ഫയർ ചെയ്ത് ഈ മുഹമ്മദ് കോയയുടെ നെഞ്ചും കൂടെ ഒന്ന് പിളർന്നു. മുഹമ്മദ് കോയ കൊല്ലപ്പെട്ടു. ശങ്കരനാരായണൻ ഒളിച്ചോടിപ്പാനും എങ്ങും പോയില്ല. ശങ്കരനാരായണൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഞാനാണ് അവനെ കൊന്നത്, എൻ്റെ മോളെ കൊന്നവനെ ഞാൻ കൊന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം നീതി അതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. ശങ്കരനാരായണനെതിരെ കേസായി, കൊലക്കുറ്റത്തിന് കേസ് വന്നു. ശങ്കരനാരായണൻ ആ കേസ് നടത്തിയെങ്കിലും കീഴ്ക്കോടതി, സെഷൻസ് കോടതി ശങ്കരനാരായണനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ശങ്കരനാരായണനൊപ്പം രണ്ടുപേരും ഇതിനകത്ത് ഭാഗഭാക്കായി എന്ന് പറയപ്പെടുന്ന രണ്ടുപേരും കൂട്ടുപ്രതികൾ, അവർ രണ്ടുപേരെയും കൂടെ ശിക്ഷിച്ചു. ജീവപര്യന്തത്തിന് 3 പേരെ ശിക്ഷിച്ചു. അതിനകത്ത് ഹൈക്കോടതിയിൽ അപ്പീൽ പോയി. ശങ്കരനാരായണൻ ജയിൽ ആയിരുന്നു. കാരണം ഈ കൊലക്കേസുകളിലെ ജീവപര്യന്തം തടവ് ശിക്ഷ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ശിക്ഷ സാധാരണ സസ്പെൻഡ് ചെയ്യത്തില്ല. ഒരു 5 വർഷമൊക്കെ എടുക്കും ഒരു കൊലക്കേസിലെ അപ്പീൽ വാദം കേൾക്കാൻ. കാരണം അത്രത്തോളം കേസുകൾ കിടപ്പുണ്ട്. അങ്ങനെ ഏതാണ്ട് 5 വർഷം ആയപ്പോഴത്തേക്ക് കേരള ഹൈക്കോടതി ഈ കേസ് വാദം കേട്ടു. വാദം കേട്ടതിന് ശേഷം തെളിവുകളുടെ അഭാവത്തിൽ, അതായത് ശരിയായ ലീഗൽ എവിഡൻസിന്റെ അഭാവത്തിൽ ശങ്കരനാരായണനെ കോടതി വെറുതെ വിട്ടു. ശങ്കരനാരായണൻ തിരികെ വന്നു. അദ്ദേഹത്തിന് വീണ്ടും സന്തോഷമൊന്നുമില്ല. ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ആ ശങ്കരനാരായണനാണ് ഈ 75-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത്. പക്ഷേ ഈ ശങ്കരനാരായണൻ്റെ ജീവിതം നമ്മളൊന്ന് അപഗ്രഥിക്കണം. നമ്മുടെ ലീഗൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ എന്തുകൊണ്ട് ശങ്കരനാരായണന് വിശ്വാസം വന്നില്ല? ശങ്കരനാരായണന് നീതി കിട്ടത്തില്ല എന്ന് അയാൾക്ക് തോന്നി. അതാണ് അയാളുടെ കാര്യം. അത് തോന്നാൻ കാരണമുണ്ട്. കാരണം വൈകി കിട്ടുന്ന നീതി ഒരിക്കലും നീതിയല്ല എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ആ വൈകി കിട്ടുന്ന നീതിക്ക് തയ്യാറല്ലായിരുന്നു ശങ്കരനാരായണൻ. അത് ഇനി മുഹമ്മദ് കോയ ശിക്ഷിക്കപ്പെടുന്നിരിക്കട്ടെ കേസിനകത്ത്, അയാൾ അപ്പീൽ പോവും. ചിലപ്പോൾ അപ്പീലിനകത്ത് വിധി തിരിച്ചു വരും. അത് കാരണം അയാളെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കീഴ്ക്കോടതി തന്നെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് അപ്പീൽ കിടക്കണം. വർഷങ്ങൾ ഇതുമായിട്ട് നടക്കണം. അൾട്ടിമേറ്റ്ലി അതിന് നീതി കിട്ടണമെങ്കിൽ എത്ര വർഷം എടുക്കും? ഈ കാലതാമസത്തിന് പലരും തയ്യാറല്ല, പ്രത്യേകിച്ച് ഈ പെൺകുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ. ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്ന ഒരുത്തനോടുള്ള വൈരാഗ്യം എന്ന് പറയുന്നത്, ശങ്കരനാരായണന്റെ മനസ്സിലുള്ള വൈരാഗ്യം ഒരു അച്ഛന് മകളോടുള്ള സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ ഒരു പ്രതീകമാണത് എന്ന് പറയുന്നതിൽ നമുക്കൊരു തെറ്റുമില്ല. ഒരു ജഡ്ജി എന്നുള്ള നിലയിൽ ശങ്കരനാരായണന്റെ പ്രവൃത്തിയെ ഞാൻ ന്യായീകരിക്കാൻ പറ്റത്തില്ല, ജഡ്ജി എന്നുള്ള നിലയ്ക്ക്. പക്ഷെ ഇപ്പം ഞാൻ ജഡ്ജി അല്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഞാൻ ശങ്കരനാരായണനൊപ്പമാണ്. കാരണം ശങ്കരനാരായണന്റെ നീതി അതാണ്. ഇങ്ങനെ ഒരു കാമവെറിയനെ, ഒരു കാമഭ്രാന്തനെ എന്ത് ചെയ്യണം? ശങ്കരനാരായണന്റെ സുഹൃത്തായിരുന്ന ആളാണ്. അവന്റെ മകളുടെ പ്രായമുള്ള കുഞ്ഞിനെയാണ് അവൻ ഇതുപോലെ പിച്ചു ചീന്തി കൊന്നത്. അങ്ങനെയുള്ള ഒരുത്തനോട് ഒരച്ഛൻ പകപോക്കി എന്ന് വിചാരിച്ചാൽ മതി. ഈ ശിക്ഷയ്ക്കകത്തുള്ള ഒരു പ്രിൻസിപ്പിളാണ് റെട്രിബ്യൂഷൻ, അതായത് പ്രതികാര വാഞ്ച. പ്രതികാര വാഞ്ച എന്ന് പറയുന്നത്, ഈ നഷ്ടം ഉണ്ടായവർക്ക് പ്രതികാര വാഞ്ച ഉണ്ടാവും. ആ പ്രതികാരം തീർത്തില്ലെങ്കിൽ അവരുടെ മനസ്സിന് സമാധാനം കിട്ടത്തില്ല. ഇപ്പൊ ഇയാളെ ജീവനിരുന്ന മുഹമ്മദ് കോയ ശിക്ഷിച്ചിരുന്നെങ്കിൽ ശങ്കരനാരായണന് സമാധാനം കിട്ടത്തില്ല. പക്ഷെ ചെയ്തത് ശരിയാന്ന് ഞാൻ പറയുന്നില്ല, ശരിയല്ല. എങ്കിലും ശങ്കരനാരായണൻ എന്ന് പറയുന്ന അച്ഛൻ്റെ മനസ്സിനെ നമ്മൾ കാണുമ്പോൾ അതിനെ നമുക്ക് ന്യായീകരിക്കാൻ തോന്നിപ്പോകും ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക്. അതേ ഞാൻ പറഞ്ഞുള്ളൂ. ഏതായാലും ശങ്കരനാരായണന് നീതി എടുത്തതിന് ശേഷം, നീതി സ്വയമായി വാങ്ങിയെടുത്തതിന് ശേഷം ശങ്കരനാരായണൻ ഇപ്പോൾ മരണത്തിന് കീഴടങ്ങി എന്നേ നമുക്ക് വിചാരിക്കാൻ പറ്റൂ. ശങ്കരനാരായണന്റെ നഷ്ടം അദ്ദേഹത്തിനെ അത്രത്തോളം ഒലിച്ചു. അതാണ് പ്രശ്നം. അതേ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? നീതി എപ്പോഴും അകലെയല്ലേ പലപ്പോഴും. അതുകൊണ്ടാണല്ലോ പലയിടത്തും വെടിവയ്പ്, പരസ്പരം വെടിവെച്ച് കൊല ഉണ്ടാവുന്നു എന്നൊക്കെ പറയുന്ന വിധത്തിൽ പല പ്രതികളെയും പോലീസിന് പോലും വെടിവെച്ച് കൊല്ലേണ്ടി വരുന്നത്. ചിന്തിക്കണം.